നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി മണ്ഡലത്തിൽ പോളിംഗ് പുരോഗമിക്കുന്നു. എവിടെയും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാവിലെ 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചു. മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മൂസിൻ കാരക്കാട് സ്കൂളിലും, UDF സ്ഥാനാർത്ഥി TP ഷാജി പട്ടാമ്പി കോളേജിലെ ബൂത്തിലും, NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P മനോജ് പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി. 3 സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയും പങ്കുവച്ചു. ചിലയിടങ്ങളിൽ അല്പസമയം വോട്ടിംഗ് തടസ്സപ്പെട്ടുവെങ്കിലും എവിടെയും ഇതുവരെ കാര്യമായ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മിക്ക ബൂത്തുകളിലും സ്ത്രീ വോട്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ വലിയ നിര കാണാനായി പോലീസ് സുരക്ഷാ സംവിധാനങ്ങളുമായി രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞു. മറ്റെല്ലാവരും വോട്ട് ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മാത്രമല്ല വളരെ വളരെ ശുഭപ്രതീക്ഷയിലാണുള്ളത്. പട്ടാമ്പിയിലെ ജനങ്ങൾ ഒരമ്മ കുഞ്ഞിനെ മാറോട് ചേർത്തെടുക്കുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. കാരണം ജനങ്ങളുടെ കൂടെ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൂടെ നിന്ന് ഇത്രയും കാലം നിന്നൊരാൾ എന്നുള്ള നിലക്ക് ആ ഒരു വലിയൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുക എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇന്ന് പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ വോട്ടെടുപ്പ് വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. പട്ടാമ്പിയുടെ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന സമയത്ത് വലിയ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ളത്. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയപ്രതീക്ഷയുണ്ട്. ഒരു UDF തരംഗം കേരളത്തിലുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഒരു ജനങ്ങളുടെ ഒരു പ്രതികരണം നോക്കി കാണാൻ സാധിക്കുന്നത്. ഞാൻ രാവിലെ 7:15 മണിയോടുകൂടി എൻ്റെ ബൂത്തായ പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂളിലെ 147 നമ്പർ ബൂത്തിൽ എത്തി എൻ്റെ വോട്ടവകാശം വിനിയോഗിച്ചിട്ടുണ്ട്.